ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയാണിത്. റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മന്തിക്ക് 1 കിലോ ചിക്കനും 1 കിലോ അരിയുമാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെല്ല റൈസ് ആണ് എടുത്തിരിക്കുന്നത്. സെല്ല റൈസിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ മന്തിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 5 കപ്പ് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ഇത് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം വെള്ളം ഒഴിച്ചു വെച്ച് 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഇനി സെല്ല റൈസ് എല്ലാം ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതിയാകും. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഊറ്റി വെക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ഒരു അറബിക് മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 കാശ്മീരി മുളക്, 1/2 ടേബിൾ സ്പൂൺ ഏലക്കായ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, നെറ്റ്ബങ്കിൻ്റെ ഒരു ചെറിയ കഷ്ണം, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, 1 വെളുത്തുള്ളി അല്ലി, ഒരു കറുത്ത നാരങ്ങയുടെ ഒരു ചെറിയ കഷ്ണം, 2 ബേ ലീഫ്, ജാതിക്കുരുവിൻ്റെ ഒരു ചെറിയ കഷ്ണം, 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു എന്നിവ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു മസാല മുഴുവനായിട്ടും ഈ മന്തിക്ക് ആവശ്യമില്ല കേട്ടോ. ബാക്കി നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വേറെ റെസിപ്പിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇനി ഫോർക്ക് ഇല്ലെങ്കിൽ ഒരു കത്തി വെച്ച് നന്നായിട്ട് കുത്തി കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന അറബിക് മസാലയിൽ നിന്നും 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ചിക്കൻ ക്യൂബ്സ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കൻ ക്യൂബ്സ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ഫുഡ് കളർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ നമ്മൾ കുത്തി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ മസാല പുരട്ടിയിട്ടുള്ള ചിക്കൻ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ട് മസാല പിടിക്കുന്നതാണ്. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 6 ഗ്രാമ്പു, 6 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ഉണക്ക നാരങ്ങ, ബേ ലീഫ്, 2 കറുവാപ്പട്ട എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെക്കാം. ഓരോ ഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ മറച്ചിട്ടതിന് ശേഷം പിന്നെയും മൂടി വെച്ച് മറുഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ അടിയിൽ നല്ലപോലെ മസാല ഉണ്ടാകും. അത് നമുക്ക്
ലാസ്റ്റ് ആവശ്യമുള്ളതാണ്. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കും 2 ചിക്കൻ ക്യൂബ്സ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മന്തി മസാലയും 1 നാരങ്ങാ നീരും എന്നിവ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 90% വേവിച്ചെടുക്കേണ്ടതാണ്. ലാസ്റ്റ് നമ്മൾ ദം ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് ആണ്. അതുകൊണ്ട് ഇത് ഏകദേശം നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം. ഇനി കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുക്കാം. ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിൻ്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ചിക്കൻ പൊരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ചധികം മസാല ഉണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന അരി ഇതിൻ്റെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4-5 പച്ചമുളക് ഇതിൻ്റെ മുകളിലേക്ക് കുത്തി കൊടുക്കാം. ചിക്കൻ പൊരിക്കുമ്പോൾ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു, അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് യെല്ലോ ഫുഡ് കളറും റെഡ് ഫുഡ് കളറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മന്തി മസാല ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് മാത്രമാണ് ദം ചെയ്യാൻ വെക്കുന്നത്. ഇനി ഇത് അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോൾ നമ്മൾ മൂടിക്ക് വല്ല ഹോളും ഉണ്ടെങ്കിൽ അത് പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യേണ്ടതാണ്. ഇനി ഒരു പഴയ ദോശക്കല്ലിന് മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ മന്തിക്ക് ഒരു സ്മോക്കി ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അത് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ കരി അടുപ്പിൽ വെച്ച് നന്നായിട്ട് കത്തിക്കുക. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് പുകഞ്ഞു വരും. ഒരു 10 മിനിറ്റ് ദമ്മ് ചെയ്യുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അടിയിലുള്ള ചിക്കൻ പീസസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടിയിൽ ധാരാളം മസാല ഉണ്ടാകും. നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ മസാല ഇല്ലായിരുന്നോ, അത് മുഴുവനായിട്ടും ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാകും. അത് ഈ അരിയുടെ റൈസിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. പ്ലെയിൻ റൈസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ മസാലയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ലഭിക്കുക. അങ്ങനെ ചോറെല്ലാം മസാലയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഈ ഒരു മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അറബിക് സാലഡ് കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 2 പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. 2 സവാളയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1 പച്ചമുളകും 2 വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഈ ഒരു അറബിക് സാലഡ് മന്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇതുകൂടി നിങ്ങൾ റെഡിയാക്കി നോക്കണം. ഈ ഒരു ചിക്കൻ മന്തിയും സാലഡും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.